ഹായ് കൂട്ടുകാരെ, ഷാനാണേ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ലവ് ബേർഡ്സുകളെ എങ്ങനെ വളർത്താം, എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റയിലും എഫ് ബിയിലും വീഡിയോ ഇട്ടപ്പോഴുണ്ടല്ലോ, അത് വൈറലായപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പിടിച്ചത്. ഈ കാലത്തിനകത്ത് എന്താ അവസ്ഥയെന്ന് ഇപ്പം നമുക്ക് കാണാം. ഇതിനകത്ത് മുട്ട വിരിഞ്ഞിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് ഇപ്പോൾ കാണാം. എത്ര മുട്ട ബാലൻസ് ഉണ്ടെന്നും അറിയാം. അതിനകത്ത് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 മുട്ടയുമുണ്ട്. അതിൽ ബാക്കി മുട്ട കുഞ്ഞുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. നോക്കിയപ്പോൾ ആദ്യം എടുത്ത മുട്ടയിൽ തന്നെ അത് ചീമുട്ടയായിരുന്നു. എല്ലാം ഫുൾ വൈറ്റായിട്ടിരിക്കുന്നു, ചീമുട്ടയായിരുന്നു. ബാക്കിയുള്ള 2 മുട്ടയിലും കുഞ്ഞുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ച് അതിനകത്ത് തന്നെ വെച്ച് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ വിരിയാത്ത മുട്ട നമ്മൾ മാറ്റിയാൽ ബാക്കി മുട്ടയ്ക്ക് നല്ല ചൂട് കിട്ടും, അത് വിരിയുകയും ചെയ്യും. അപ്പോൾ മുട്ട എടുത്ത് മാറ്റിക്കൊണ്ട് ബാക്കി 2 മുട്ട കൂടെ നന്നായിട്ടൊന്ന് വിരിയും. ഇതാണ് അമ്മച്ചി മഞ്ഞ ഇരിക്കണ. എൻ്റെ കിളിക്കുട്ടി വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ചിലർക്ക് ഭയങ്കരമായ ഡൗട്ട് തോന്നിയത്. ഇതിൽ 5 കുഞ്ഞുങ്ങളുണ്ട്. 5ഉം 5 സൈസിലുള്ളതാണ്. കാരണം ആദ്യം വിരിയുന്ന കുഞ്ഞുങ്ങൾ ആദ്യം തീറ്റയെടുത്ത് വലുതായി അവസാനം വിരിയുന്ന കുഞ്ഞുങ്ങൾ തീരെ പൊടിക്കുഞ്ഞായിരിക്കും. അതിന് തീറ്റ കിട്ടാൻ വലിയ പാടായിരിക്കും. അങ്ങനെ ആ കുഞ്ഞിന് ആഹാരം കിട്ടാതെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ചവിട്ടും മെതിയും കൊണ്ട് ചിലപ്പോൾ അവസാനത്തെ കുഞ്ഞ് മരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും വരാതെ ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇതിൽ അവസാനം വിരിഞ്ഞ കുഞ്ഞിനെ ഞാനിങ്ങ് എടുക്കുക. അതിൻ്റെ ആദ്യം വിരിഞ്ഞ കുഞ്ഞിനെയും അവസാനം വിരിഞ്ഞ കുഞ്ഞിനെയും ഒന്നിച്ച് കാണിച്ചു തരാം. ഇത് അവസാനം വിരിഞ്ഞ കുഞ്ഞ്, ഇത് ആദ്യം വിരിഞ്ഞ കുഞ്ഞ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇതിനെ രണ്ടിനെ ഒന്നിച്ചൊരു കറുത്തിയിട്ടാൽ ആ ചെറിയ കുഞ്ഞിനെ ഒരിക്കലും കിട്ടൂല, ചവിട്ടി മെതിച്ച് കളയും. അതുകൊണ്ട് ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം. ഇതിനെ ഞാൻ മാറ്റിയിടും, എന്തായാലും ഇതിനെ കൊന്നു കളയും. പിന്നെ അങ്ങോട്ട് ഇടുന്ന കൂടെ നോക്കും. കണ്ടോ, വീഡിയോ മാറ്റല്ലേ കേട്ടോ. ഇതിനെ മാറ്റുന്നില്ല കണ്ടല്ല. ഇതിനെ ഞാൻ നേരത്തെ എടുത്ത് കളത്തിലോട്ട് ഇടാൻ പോകും. ഇങ്ങനെ തളത്തിൽ ഇരിപ്പുണ്ട്, നോക്കി കട്ടിയല്ലേ. ഇത് ഞാൻ ആദ്യം മുട്ട എടുത്ത് കളഞ്ഞ കലമാണ്. ഇതിലോട്ട് ഞാൻ ആ കുഞ്ഞിനെ ഇറക്കി വിട്ടു. അങ്ങനെ ഇതിനകത്തിപ്പോൾ 4 കുഞ്ഞുണ്ട്, 2 മുട്ടയും. ഇനി അത് നോക്കിക്കോളൂ ആ കുഞ്ഞിനെ. ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വീഡിയോ ഇട്ടപ്പോൾ ഇതിലാണ് ചിലർക്ക് ഡൗട്ട് വന്നത്. ഈ അമ്മക്കളി ഈ കുഞ്ഞിനെ നോക്കുമോ, കുഞ്ഞിന് തീറ്റ കൊടുക്കുമോ എന്നാണ് ചിലരൊക്കെ എന്നോട് സംശയം ചോദിച്ചത്. തീർച്ചയായിട്ടും ആ അമ്മക്കളി ആ കുഞ്ഞിന് തീറ്റ കൊടുക്കും. കാരണം അതിന് തിരിച്ചറിയത്തില്ല അതിൻ്റെ കുഞ്ഞ് ഏതാണെന്ന്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ കാക്കയുടെ കുയിലിൻ്റെ കുഞ്ഞിനെ കാക്ക വളർത്തുന്നത്, അതുപോലൊക്കെ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എല്ലാ കാലത്തിലും മാറ്റിയും തിരിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ പരീക്ഷിക്കാം.